ഒടുവിൽ അമ്പൂരിയിലെ കുമ്പിച്ചൽ പാലം യാഥാർത്ഥ്യമായിരിക്കുന്നു. നമ്മുടെ കൂടെ ഇപ്പോൾ ഉള്ളത് പൊതുമരാമത്ത് ടൂറിസം മന്ത്രിയായ മുഹമ്മദ് റിയാസാണ്. എന്തായാലും പാലം യാഥാർത്ഥ്യമായിരിക്കുന്നു. എത്രയോ കാലങ്ങളായി ആളുകളുടെ ഒരു ആവശ്യമായിരുന്നു, പ്രത്യേകിച്ച് ഈ ആദിവാസി മേഖലയിലുള്ള ഒരു കുടിയേറ്റക്കാരുടെയൊക്കെ. എങ്ങനെയായിരുന്നു ഇതിൻ്റെ ഒരു നീക്കങ്ങൾ? എങ്ങനെയായിരുന്നു? ഇവിടുത്തെ MLA ശ്രീ CK ഹരീന്ദ്രൻ്റെ മുൻകൈയിലാണ് ഈ പദ്ധതി വന്നിട്ടുള്ളത്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സർക്കാർ 2016 വന്നതിന് ശേഷം നിരവധി പാലങ്ങൾ, റോഡുകളാണ് ഈ 10 വർഷത്തിനുള്ളിൽ നമ്മുടെ നാട്ടിൽ നടപ്പിൽ വന്നിട്ടുള്ളത്. ഒരു 10-30 കൊല്ലം കഴിഞ്ഞാൽ വരാൻ സാധ്യതയുള്ള, കാരണം ഫണ്ടിൻ്റെ ഒരു കുറവൊക്കെ ഉള്ളത് കാരണം സാധിക്കേണ്ട പദ്ധതികൾ ഈ 10 കൊല്ലത്തിനിടയിൽ സാധിച്ചു എന്നുള്ളത്. അതിന് കിഫ്ബി എന്നൊരു സംവിധാനത്തിന് രൂപം കൊടുത്തു. അങ്ങനെ പാലങ്ങൾ, റോഡുകൾ, കെട്ടിടങ്ങളൊക്കെ വന്നു. ഈ പാലെടുത്തു കഴിഞ്ഞാൽ ദീർഘകാലത്ത് ആവശ്യമാണ്. 11 ഉന്നതികളിലുള്ളവരുടെ ആശ്വാസ പാലമാണിത്. പാർക്ക് വേണ്ടിയാണ് ഇടതുപക്ഷ സർക്കാർ വികസനം നടപ്പിലാക്കുന്നത് എന്നുള്ളതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് ഈ പാലം. ഏറ്റവും അടിസ്ഥാന ജനവിഭാഗങ്ങളുടെ ജീവിതത്തിന് ആശ്വാസമാണ് ഈ പാലം എന്ന് മാത്രമല്ല, ഡിസൈൻ പോളിസി നയം, നമ്മുടെ സംസ്ഥാനത്ത് ടൂറിസം പൊതുമരാമത്ത് മേഖലയിൽ നടപ്പിലാക്കിയതിന് ശേഷം പാലങ്ങൾ ദീപാലങ്കൃതമാക്കുകയും പാലങ്ങൾക്കടിയിലുള്ള സ്ഥലങ്ങൾ ഉപയോഗിക്കുകയും പാലങ്ങളെ ഒരു ടൂറിസ്റ്റ് കേന്ദ്രം കൂടിയാക്കി മാറ്റുകയും ചെയ്യുക എന്ന കാഴ്ചപ്പാടാണ് പൊതുവെ നടപ്പിലാക്കി. എത്രത്തോളം ടൂറിസം സാധ്യതകളുണ്ട് പരിശോധിച്ചതിൽ? ഇപ്പോൾ തന്നെ സഞ്ചാരികൾ വരുന്നുണ്ട്. ഇപ്പോൾ ബോട്ടിംഗ് ആരംഭിച്ചു. ബോട്ടിങ്ങിൻ്റെ ഭാഗമായി സഞ്ചാരികൾ വരുന്നു. പാലം കാണാൻ ആളുകൾ വരുന്നു. ഇനി ദീപാലങ്കൃതമായ പാലത്തിൽ ഒരു സമയം ചെലവഴിക്കാൻ ഫാമിലിയായും സുഹൃത്തുക്കളായിട്ടൊക്കെ ആളുകൾ വരുന്ന സ്ഥിതി വരും. അതാണ് ഇതിൻ്റെ മാറ്റം. ഇക്കോ ടൂറിസത്തിൻ്റെ അനന്ത സാധ്യതകൾ കൂടി പരിശോധിച്ചിരുന്നോ? സ്ഥലമാണല്ലോ. ആ നിലയിൽ കൂടി ടൂറിസത്തിൻ്റെ ആ ഒരു ആംഗിൾ കൂടി കണ്ട് ഇതിനെ എങ്ങനെ വികസിപ്പിക്കാമെന്നുള്ളത് ഗൗരവമായിട്ട് പരിശോധിക്കുന്നുണ്ട്. ഈ ട്രൈബൽ സെറ്റിൽമെൻറ്റുകൾ ഒരുപാടുള്ള സ്ഥലമാണ്. അവർക്ക് എത്രത്തോളം നാടുമായിട്ട് കൂടുതൽ ബന്ധപ്പെടാൻ കഴിയും? ഇപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഈ പാലം വന്നതുകൊണ്ട് ഏറ്റവും അധികം സന്തോഷിക്കുന്നതും ഇതിൻ്റെ ഗുണഭോക്താക്കളായി മാറിയത് 11 ഉന്നതികളിലെ അടിസ്ഥാന മനുഷ്യരുകളാണ്. അപ്പോൾ അതാണ് അതിൻ്റെ മാറ്റം. അപ്പോൾ അവർക്ക് വേണ്ടിയാണിത്. അവരുടെ ജീവിതത്തിൽ ഇത് വലിയ ചേഞ്ചാണ് ഉണ്ടാകുന്നത്. അവർ ലോകത്തേക്ക് കൂടുതൽ അടുക്കുകയാണ്. അതാണ് ഈ പാലത്തിലൂടെ സംഭവിക്കുന്നത്. കൂടുതൽ അവർക്ക് വേഗത്തിൽ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്നൊരു പാലം കൂടി ഇത് മാറും. എന്തായാലും ഈ ഒരു പാലം യാഥാർത്ഥ്യമായിരിക്കുന്നു. ഏറ്റവും അടിസ്ഥാന വിഭാഗങ്ങൾക്ക് പുറം ലോകവുമായി ബന്ധപ്പെടാൻ ഉപകരിക്കുന്ന രീതിയിലേക്കുള്ള ഒരു ജനാധിപത്യത്തിൻ്റെ പാലം തന്നെയാണ് ഇവിടെ നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത്. ക്യാമറാമാൻ സന്തോഷ് ചേകവർക്കൊപ്പം S. വിനേഷ് കുമാർ, 24 തിരുവനന്തപുരം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.